പാലാ ചെമ്മലമറ്റം തെക്കുംചേരിക്കുന്നേൽ ജോയി ജെസി ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനായ ഫാദർ ജെയിംസിൻ്റെ ജീവിതം ദൈവസ്നേഹത്തിൻ്റെ പ്രകടമായ അടയാളമാണ്. വർഷങ്ങൾക്ക് മുമ്പ് വൈദിക വിദ്യാർത്ഥിയായിരിക്കെ തൻ്റെ പൗരോഹിത്യ സ്വപ്നങ്ങൾക്ക് മീതെ ഒരു കാർമേഘം പോലെ കടന്നു വന്ന ക്യാൻസർ എന്ന മാരക രോഗത്തെ ധീരമായി ദൈവാശ്രയ ബോധത്തോടെ നേരിട്ട് തൻ്റെ സഹനങ്ങളെ പുഞ്ചിരിയോടെ ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളായി സ്വീകരിച്ച ഇദ്ദേഹത്തെ കുരിശിലെ ഈശോ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. 2016 ഡിസംബർ 26 പാലാ ചെമ്മലമറ്റം 12 സ്ലീഹന്മാരുടെ പള്ളിയിൽ വെച്ച് അഭിവന്ദ്യ ജേക്കബ് മുരിക്കൻ പിതാവിൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ ഒരു പുരോഹിതനായി തീരുവാൻ ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹം നൽകി. സഹനത്തിൻ്റെ പാനപാത്രം സന്തോഷത്തോടെ സ്വീകരിച്ച ഈ പ്രചോദനാത്മകമായ ജീവിതത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. എൻ്റെ വീട് പാലാ രൂപതയിലെ ചെമ്മലമറ്റം എന്ന ഇടവകയിലാണ്. ഞാൻ ജനിച്ചത് വളരെ സാധാരണ കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാക്കന്മാരൊക്കെ കൃഷി ചെയ്താണ് വരുമാനമുണ്ടാക്കി ജീവിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അവർ കൂടുതൽ ദൈവാശ്രയ ബോധത്തിലാണ് അനുദിനം മുന്നോട്ട് ജീവിച്ചിരുന്നത്. എൻ്റെ മാതാപിതാക്കന്മാരുടെ വിശ്വാസ ജീവിതവും അവരുടെ പ്രാർത്ഥനാ ചൈതന്യവുമെല്ലാം എൻ്റെ വ്യക്തി ജീവിതത്തെയും എൻ്റെ വിളി ജീവിതത്തെയും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പകാലം തുടങ്ങി എനിക്ക് ഒരു വൈദികനാകണമെന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിന് അടിസ്ഥാനപരമായ ഒരു സംഭവം എൻ്റെ കുട്ടിക്കാലത്തുണ്ടായി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഇടവകയിൽ ഒരു വൈദിക പട്ടക്രമം നടന്നു. ആ ശുശ്രൂഷയിൽ എനിക്ക് പങ്കെടുക്കുവാനായിട്ട് ശുശ്രൂഷ കർമ്മത്തിൽ ദേവാലയത്തിൻ്റെ മുന്നിൽ നിന്ന് പങ്കെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ വന്നപ്പോഴിപ്പം വൈകിപ്പോയി. അപ്പോൾ പുറകിൽ നിന്ന് ആനവാതിലിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തേക്കുന്ന ആ നിമിഷങ്ങളിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിലും ഒരു പൗരോഹിത്യം സ്വീകരിക്കണം, ഒരു വൈദികനാകണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ അന്ന് രൂപപ്പെട്ടു. അതിനെയൊക്കെ വളർത്തുന്ന രീതിയിലുള്ള ഒരു കുടുംബ സാഹചര്യമായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. പ്രത്യേകമായിട്ട് മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനാ ചൈതന്യം അതിനെ ഒരുപാട് സ്വാധീനിച്ചു. ഇങ്ങനെ എനിക്ക് പൗരോഹിത്യം സ്വീകരിക്കുവാനായിട്ടുള്ള ആഗ്രഹം എൻ്റെ 10ാം ക്ലാസ് വൈദിക പഠനം പൂർത്തിയാക്കിയപ്പോൾ ഉടനെ തന്നെ സെമിനാരിയിലേക്ക് ചേരുവാനും അങ്ങനെ സെമിനാരി പ്രവേശനത്തിനായിട്ടൊക്കെ എനിക്ക് ഇടവന്നു. എൻ്റെ വിളി ജീവിതത്തിൽ സെമിനാരി ദിവ്യകാരുണ്യ മിഷണറി സഭയിലേക്കാണ് എനിക്ക് വിളി സ്വീകരിച്ചത്. അതിന് ദിവ്യകാരുണ്യ മിഷണറി സഭയിലോട്ട് കടന്നു വരുവാനായിട്ട് വളരെ പ്രത്യേകമായിട്ട് ഒരു കാരണമുണ്ട്. കാരണം എൻ്റെ വല്യപ്പൻ ഒരു ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. ഒരിക്കലൊരു വിശുദ്ധ കുർബാനയുടെ ഒരു അത്ഭുതം നടന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്ക് എൻ്റെ വല്യപ്പൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാനും അവിടെ ചെന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ അല്പസമയമൊക്കെ നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു. ആ നിമിഷങ്ങളിലൊക്കെ എന്തോ ഒരു വിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു അഭേദ്യമായ ഒരു ഭക്തിയൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദിവ്യകാരുണ്യ മിഷണറി സഭ എന്ന പേര് കേട്ടപ്പോൾ തന്നെ ആ വിശുദ്ധ കുർബാനയിലുള്ള ആഴമേറിയ ഒരു ഭക്തി ഉള്ളതുകൊണ്ട് ആ വിശുദ്ധ കുർബാനയുടെ സഭയായതിൻ്റെ പേരിൽ അതിലേക്ക് ചേരുവാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. അതിരമ്പുഴയിലുള്ള ലിസ്യു മൈനർ സെമിനാരിയിലാണ് അങ്ങനെ ആദ്യത്തെ മൈനർ സെമിനാരി 3 വർഷക്കാലം വൈദിക പരിശീലനം ഉണ്ടായിരുന്നത്. അങ്ങനെ വൈദിക പരിശീലനത്തിൽ 2005 ജൂൺ മാസത്തിൽ ഞാൻ പ്രവേശിച്ചു. വളരെ സാധാരണമായ രീതിയിലുള്ള ഒരു വൈദിക വിദ്യാർത്ഥി എന്ന നിലയിലായിരുന്നു ഞാനൊരു 3 വർഷക്കാലം അവിടെ ജീവിച്ചത്. അവിടുത്തെ പ്രാർത്ഥനയും പഠനവും മറ്റു കളികളുമെല്ലാം വളരെ സാധാരണ രീതിയിൽ തന്നെ ആസ്വദിക്കുവാനും അതൊക്കെ അതിൽ വളരുവാനൊക്കെ ആയിട്ട് ഞാൻ ശ്രമിച്ചു. ജെയിംസ് അച്ഛൻ വ്യാഴാഴ്ച അപ്പം മുറിക്കുന്ന സമയത്താണ് ജനിക്കുന്നത്. പ്രാർത്ഥനയിൽ ചെറുപ്പം തുടങ്ങി വളരെ താല്പര്യമുണ്ടായിരുന്നു. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലായപ്പോൾ സെമിനാരി പോകണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് വളരെ ദൈവാശ്രയം ബോധത്തിലും ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് അതനുസരിച്ച് ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ കൊണ്ടുപോയി വിടുകയും ചെയ്തു. 3 വർഷത്തെ മൈനർ സെമിനാരിയിലെ വൈദിക പരിശീലനത്തിന് ശേഷം ഞങ്ങൾ നൗഷേറ്റിലേക്കാണ് പ്രവേശിച്ചത്. നൗഷേറ്റ് കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥനയിലും മൗനത്തിലും സന്യാസത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നൗഷേറ്റിലായിരിക്കുന്ന വർഷത്തിലാണ് അൽഫോൻസാമയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അൽഫോൻസാമയെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കുന്നതിനും കൂടുതലായിട്ട് ധ്യാനിക്കുന്നതിനുമൊക്കെ ഇടവന്നു. ആ ഒരു വർഷത്തിലാണ് ഷാലോം TV-യിൽ സംപ്രേഷണം ചെയ്ത ടെലിസീരിയൽ ദ പാഷൻ ഫ്ലവർ എന്ന് പറഞ്ഞ അൽഫോൻസാമയെക്കുറിച്ച് സംപ്രേഷണം ചെയ്ത ആ സീരിയലൊക്കെ കാണിക്കുവാനായിട്ട് ഞങ്ങളുടെ മാസ്റ്റർച്ചനായ ജോസ് കാര്യത്തുരുത്തച്ഛൻ ഞങ്ങളെ അനുവദിച്ചു. അപ്പോൾ ഓരോ ദിവസവും അല്പമായിട്ട് ഇത് കാണുവാനും ശേഷം തുടർന്നുള്ള
സ്വയം പ്രേരിത പ്രാർത്ഥനയുടെ സമയങ്ങളിലൊക്കെ ഇവയെക്കുറിച്ചൊക്കെ ധ്യാനിക്കുവാനും ഒക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ അൽഫോൻസാമയുടെ ഒരു വാചകം എന്നെ വളരെയേറെ സ്വാധീനിച്ചു. അതിപ്രകാരമാണ്: കുരിശുകൾ തന്നാണ് ഈശോ സ്നേഹിക്കുന്നത്, കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ സങ്കടങ്ങളും കൂടുതൽ കുരിശുകളും അവിടെ നൽകുന്നു. ഈ ഒരു വചനം എന്നെ എൻ്റെ ഉള്ളിൽ ആഴമേറിയ ഒരു ബോധ്യമായിട്ട് രൂപപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ബാച്ചുകാർക്ക് മറ്റ് 17 പേർക്കും അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഒന്നായി വരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് കാലഘട്ടങ്ങൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചപ്പോൾ ഈശോ എന്നെ സ്നേഹിക്കുന്നില്ലയോ എന്ന രീതിയിലുള്ള ചിന്തകൾ പോലും എന്നെയൊക്കെ അലട്ടി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, നൗഷേറ്റ് കാലഘട്ടത്തിൽ, ഈശോ നൽകുന്ന സഹനത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുവാനും സഹനങ്ങൾ ഈശോ നമുക്ക് നൽകുന്ന വലിയ ഒരു സമ്മാനമാണെന്നും സ്നേഹത്തിൻ്റെ പ്രകടനമാണെന്നൊക്കെ ഒരു ആഴമേറിയ ബോധ്യം എനിക്ക് രൂപപ്പെട്ടു. ഇതൊക്കെയാണ് തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ വലിയ രോഗങ്ങൾക്കും വലിയ സഹനത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയ നിമിഷങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തിയായിട്ട് എൻ്റെ കൂടെ നിലനിന്നിരുന്നത്. നോയിസ് മാസ്റ്റർ ആയിരുന്ന സമയത്ത് ജെയിംസ് തെക്കഞ്ചേരി കുന്നേൽ ഇപ്പോൾ അച്ഛനായിട്ട് 2-3 മാസമേ ആയുള്ളൂ. അന്ന് നോയിസ് ആയിരുന്ന സമയത്ത് ഒത്തിരി ശ്രദ്ധയോടുകൂടി പല കാര്യങ്ങൾ ചെയ്തിരുന്നു. നൗഷേറ്റ് എന്ന് പറഞ്ഞാൽ സുവിശേഷ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു മരുഭൂമി അനുഭവമാണ് നൗഷേറ്റിൽ നിന്ന് ലഭിക്കുന്നത്. യേശുവിൻ്റെ മരുഭൂമി അനുഭവത്തിലുണ്ടായ അതേ ശക്തി നൗഷേറ്റിൽ കൂടി കടന്നു പോകുമ്പോൾ ലഭിക്കേണ്ടതാണ്. നൗഷേറ്റിൽ കൂടുതലായിട്ട് ഞാൻ സ്ട്രെസ് ചെയ്തിരുന്നത് സിസ്റ്റം ഓഫ് പ്രെയർ ലൈഫ്, സിസ്റ്റം ഓഫ് പേഴ്സണൽ പ്യൂരിഫിക്കേഷൻ, സിസ്റ്റം ഓഫ് സഫറിങ്. ഈ 3 കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഭാവിയിൽ നല്ലൊരു നോയിസായിട്ട് നല്ലൊരു വൈദ്യനായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന ഒരു ബോധ്യത്തോടുകൂടിയാണത് പറഞ്ഞിരുന്നത്. അതിന് സഹായമായ രീതിയിൽ ഒരു അൽഫോൻസായുടെ ജീവചരിത്രം പലപ്പോഴും പറയുമായിരുന്നു. ജീവചരിത്രത്തിൽ കൂടി കടന്നു പോയപ്പോൾ ജെയിംസും ആ സന്ദേശത്തെ സ്വീകരിച്ചിരുന്നു. ജെയിംസ് അച്ഛൻ വളരെ ബോധ്യത്തോടുകൂടിയാണ് സെമിനാരിൽ ചേർന്നത്. അതുകൊണ്ട് നൗഷേറ്റിൽ ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സ്വീകരിച്ചിരുന്നു. മറ്റുള്ളവർ സ്വീകരിക്കുന്ന പോലെ തന്നെ ആ ബോധ്യത്തിൽ, ദൈവവിളി ലഭിച്ച ആ ബോധ്യത്തിൽ നിന്നാണ് ജെയിംസ് അച്ഛന് ഇപ്പോഴുള്ള സഹനത്തെ അതിജീവിച്ചുകൊണ്ട് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചതും മാത്രമല്ല നല്ല ബോധ്യത്തോടുകൂടി തന്നെ പല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകുന്ന ജെയിംസ് അച്ഛൻ ഞങ്ങളുടെ കോൺഗ്രിഗേഷന് തന്നെ ഒരു അഭിമാനമാണ്. ബാംഗ്ലൂരിലുള്ള ജീവാലയ മേജർ സെമിനാരിയിലാണ് ഞാൻ ഫിലോസഫി പഠിച്ചത്. ഈ പരിശീലനത്തിൻ്റെ ഈ കാലഘട്ടത്തിലാണ് എൻ്റെ ജീവിതത്തെ തന്നെ 2ആയിട്ട് തിരിക്കുന്ന വലിയ സംഭവവികാസങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഞാൻ വളരെ സാധാരണ രീതിയിലുള്ള സെമിനാരി ജീവിതമായിരുന്നു. പഠനത്തിൻ്റെ തലത്തിലാണെങ്കിലും ആത്മീയ തലത്തിലും മറ്റ് കളികളുടെ മേഖലയിലെല്ലാം ആണെങ്കിലും വളരെ സാധാരണ രീതിയിലായിരുന്നു ഞാനവിടെ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ പരിശീലനത്തിൻ്റെ കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെയായിട്ട് ചെറിയൊരു വേദന പോലെ അനുഭവപ്പെട്ടു. ആദ്യമൊക്കെ ഞാനതിനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ബാംഗ്ലൂരിൽ തണുപ്പുണ്ട്, പിന്നെ വലിയ ചതവിൻ്റെയോ വലിയ വാദത്തിൻ്റെയോ വല്ലതും ആയിരിക്കുമെന്ന് കരുതി അവിടെയുള്ള ബ്രദേഴ്സിനെ കൊണ്ടൊക്കെ ഇടയ്ക്ക് തിരുമിക്കുകയും അങ്ങനെ സാധാരണ രീതി ചെറിയ അസുഖമായിരിക്കുമെന്ന് കരുതി ഞാനതിനെ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഒരു 2 മാസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ അസുഖത്തിന് യാതൊരു കുറവുമില്ല. അപ്പോൾ ഞാൻ തിരുമിക്കുന്നൊക്കെ ഉണ്ട്, എങ്കിലും നീരും വേദനയും ഒക്കെ കൂടിക്കൂടി വരികയാണ്. കാലിൻ്റെ താഴത്തെ ഭാഗത്തേക്കെല്ലാം നീര് കയറി വളരെ ശക്തമായിട്ട് വേദനയൊക്കെ ആയി. അപ്പം സ്റ്റെയർ കേസ് പോലും കയറത്തില്ലാത്ത രീതിയിൽ കാലിൻ്റെ മുട്ടിനുള്ള ചലനശക്തി വരെ നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ചില രാത്രികൾ പോലും വേദന കാരണം ഉറങ്ങാത്ത രാത്രികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര ശക്തമായിട്ട് വേദന വന്നപ്പോൾ ഞാൻ എൻ്റെ റെക്ടറസിനോട് എന്ന് പറഞ്ഞു. റെക്ടറസിന് ഉടനെ തന്നെ അവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഒരച്ഛനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു. ഞങ്ങൾ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടർ ഒരു എക്സ്റേക്ക് കുറിച്ചു. ഡോക്ടർ നാളെ വന്ന് എക്സ്റേ റിസൾട്ട് കാണിക്കാനായിട്ട് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ പോയി എക്സ്റേ ഒക്കെ എടുത്തിട്ട് തിരിച്ച് പോരാൻ വേണ്ടി ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഈ ഡോക്ടർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വഴിയിൽ വെച്ച് ഡോക്ടർ ഞങ്ങളെ കണ്ടു. അപ്പോൾ കയ്യിൽ നിന്ന് ഈ എക്സ്റേ എടുത്ത് ഡോക്ടർ ചുമ്മാ ഒന്ന് നോക്കി. എന്നിട്ട് ഉടനെ തന്നെ ഡോക്ടറിൻ്റെ മുറിയിലോട്ട് തിരിച്ച് കയറിയിട്ട് ഈ എക്സ്റേയുടെ ഫിലിം ലൈറ്റൊക്കെ ഇട്ട് ശരിക്കും സൂക്ഷിച്ച് നോക്കി. ഉടനെ തന്നെ ഡോക്ടറിൻ്റെ കൂട്ടത്തിലുള്ള മറ്റു ഡോക്ടർമാരെ എല്ലാം വിളിച്ചു വരുത്തി ഇങ്ങനെ ഈ എക്സ്റേയുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ തമ്മിൽ സംസാരിച്ചു. അതിനുശേഷം എന്നെ ഡോക്ടർ വിളിച്ച് വീണ്ടും ഒന്നുകൂടെ കയറ്റി കിടത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കാലിനി ഒരിക്കലും നിലത്ത് കുത്തരുത്,
കാരണം ഈ കാലിൻ്റെ അസ്ഥി ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇതുവരെ എൻ്റെ ആ കാല് നിലത്ത് കുത്തിയിട്ടില്ല. തുടർന്ന് എന്നെ ഉടനെ തന്നെ ആശുപത്രിയിൽ അവിടെ നിന്ന് അച്ഛന്മാർ വഴിയായിട്ട് മദ്രാസിലുള്ള ഒരു ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്തിട്ട് റിസൾട്ട് വരാനായിട്ട് കുറച്ച് സമയമുണ്ട്. ഒന്ന് രണ്ട് മാസത്തിന് ശേഷമാണ് റിസൾട്ട് വന്നത്. അപ്പോൾ അത്രയും കാലം ഇങ്ങനെ കാത്തിരുന്നപ്പോൾ റിസൾട്ട് വരുന്ന അന്ന് ഞാനിങ്ങനെ ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുന്നതിനായിട്ട് വെട്ടിമുറിക്കുമെന്നുള്ള യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ വചനങ്ങളൊക്കെയാണ്. അന്ന് എൻ്റെ അടുത്ത് ഇതിൻ്റെ റിസൾട്ട് പറയുവാനായിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള അച്ഛന്മാരും എൻ്റെ കുടുംബത്തിലുള്ള ആളുകളെല്ലാം കൂടി മദ്രാസിൽ വന്ന് അവരെല്ലാം വളരെ ആകുലതയോടും ഉത്കണ്ഠയോടും കൂടിയാണ് ഇരിക്കുന്നത്. അവർ വന്ന് റിസൾട്ട് പറയുകയാണ്, എനിക്ക് ബോൺ ക്യാൻസറാണ്, അത് 3rd സ്റ്റേജിൽ എത്തിയിരിക്കുന്നുവെന്ന്. അപ്പോഴെല്ലാം ആ ഒരു സമയത്തെല്ലാം എനിക്ക് എൻ്റെ നൗഷേറ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു ബോധ്യം എൻ്റെ ഉള്ളറകളിലുണ്ടായിരുന്നു. സഹനങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ പ്രകടനമായിരുന്നുള്ള ആഴമേറിയ ബോധ്യം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ സമയങ്ങളിലൊക്കെ എനിക്ക് ലഭിച്ച ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ടും എന്നെ സംബന്ധിച്ച് അത് വലിയൊരു വേദന നൽകുന്ന ഒരു കാര്യമായിട്ട് എനിക്കുണ്ടായില്ല. ഉടനെ തന്നെ അവിടുന്ന് നാട്ടിലോട്ട് വന്നു. നാട്ടിൽ നിന്ന് കീമോതെറാപ്പി ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് 12 സൈക്കിളുള്ള കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ ഓപ്പറേഷൻ, അതിനുശേഷം ബാക്കി 6 കീമോ. 6 കീമോ കഴിഞ്ഞു ഓപ്പറേഷനായിട്ട് ഞാൻ ആശുപത്രിയിലോട്ട് തിരിച്ചു വന്നു. തിരിച്ച് ഓപ്പറേഷൻ്റെ അവർ പറഞ്ഞിരിക്കുന്ന ഫിക്സ്ഡ് ഡേറ്റിൽ ഓപ്പറേഷന് വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ നടത്തേണ്ട ആ ഭാഗത്ത് ഒരു ഇൻഫെക്ഷൻ പോലെ ഉണ്ട്. അതുകൊണ്ട് പിന്നെയും പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ട് പറഞ്ഞു. തിരിച്ച് 2 ആഴ്ച പോയിട്ട് അതിൻ്റെ 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വേദന സഹിക്കാനാവാതെ അസഹനീയമായ വേദനയായിട്ട് ഞാൻ തിരിച്ച് ഉടനെ ആശുപത്രിയിൽ വന്നു. ആശുപത്രിയിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ കാല് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു, അവരുദ്ദേശിച്ചതുപോലെയൊന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ ഈ രോഗം കടന്നുപോയി. എൻ്റെ അടുത്ത് തുടക്കത്തിൽ കീമോയ്ക്ക് മുമ്പ് ഡോക്ടർ പറഞ്ഞത് രോഗം വന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ അത്രയും ഭാഗത്തെ എല്ല് മാത്രം മുറിച്ചു മാറ്റി അവിടെ മറ്റൊരു മെറ്റൽ കൊണ്ടുള്ള എല്ല് പിടിപ്പിക്കാം എന്ന രീതിയിലാണ് അങ്ങനെ പറഞ്ഞാണ് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷന് സമയം കഴിഞ്ഞ് ഈ ഇൻഫെക്ഷനൊക്കെ കഴിഞ്ഞ് 2ാമത് ഓപ്പറേഷന് വേണ്ടി വന്നപ്പോൾ ഡോക്ടർമാർ കാല് നോക്കിയിട്ട് അവർ പെട്ടെന്നൊരു തീരുമാനത്തിൽ എടുക്കുകയായിരുന്നു, ഇതിങ്ങനെ മെറ്റൽ കൊണ്ടുള്ള കാല് വെക്കാം, എന്നാലും ഉടനെ തന്നെ അത് വീണ്ടും അസുഖം വരാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ വീട്ടുകാരും സഭയിലുള്ള വൈദികരെല്ലാം കൂടി ഉടനെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുകയാണ് കാല് മുറിച്ച് കളയണമെന്ന്. അത് എൻ്റെ അടുത്ത് അറിയിച്ചിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കാല് മുറിച്ച് കളയുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഡോക്ടറും അവിടെയുള്ള മറ്റ് സഭയിലുള്ള അച്ഛന്മാരും എൻ്റെ മാതാപിതാക്കന്മാരും എല്ലാം ഞാൻ കിടക്കുന്ന ആശുപത്രിയുടെ മുറിയിലോട്ട് കടന്നു വന്ന് ഡോക്ടറാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ മുട്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കൈ കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവിടം കൊണ്ട് മുറിച്ച് കളയണമെന്ന്. ആ പറഞ്ഞ നിമിഷത്തിൽ എനിക്കൊരു അല്പം സങ്കടവും വേദനയൊക്കെ ഉണ്ടായി. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് കാല് മുറിച്ച് കളയാനായിട്ടുള്ള ഓപ്പറേഷൻ ആരംഭിച്ചു. കാല് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ച് ഒരു ആശ്വാസമാണ് ഉണ്ടായത്. കാരണം ഓപ്പറേഷൻ്റെ വേദന എന്നെ സംബന്ധിച്ചൊരു വേദനയല്ലായിരുന്നു. അതിനേക്കാളും വലിയ വേദന മുറിച്ച് കളഞ്ഞപ്പോൾ മാറിയതായിട്ട്, ഈ അസുഖത്തിൻ്റെ വേദന കാലിൻ്റെ വേദന ഇല്ലാതായപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് ആശ്വാസമായിരുന്നു ഉണ്ടായത്. ഉടനെ തന്നെ വെപ്പുകാല് വെച്ച് പരിശീലനം നടത്തി നടക്കുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. അതിനുശേഷം ഈ ഒരു കാലയളവിൽ തന്നെ ബാക്കിയുള്ള 6 കീമോയും നടത്തി. ഈ കീമോയുടെ ട്രീറ്റ്മെൻറ്റ് സമയത്തൊക്കെ സ്വാഭാവികമായിട്ട് അറിയാവുന്നതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോവുകയും ഛർദി വരികയും വെട്ടം പോലും കാണത്തില്ല, മണമടിക്കത്തില്ല, അങ്ങനെ വളരെ അസ്വസ്ഥത നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഈ കീമോതെറാപ്പിയുടെ കാലഘട്ടവും. അങ്ങനെ 12 സൈക്കിള് കീമോ അവിടെ പൂർത്തിയായി. അതിനുശേഷം ആ ഒരു കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ അന്നത്തെ പ്രൊവിൻഷ്യാളച്ചനായിരുന്ന ഫ്രാൻസിസ് കൊടിയനച്ചനും കൗൺസിലേഴ്സും കയറി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജെയിംസെ, ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു വാർത്ത അറിയിക്കാനുണ്ട്, ജെയിംസിനെ വീണ്ടും സെമിനാരിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നുവെന്ന്. അതിനെ സംബന്ധിച്ചുള്ള വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു വാർത്തയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ വിളിയുടെ ആഴം എനിക്ക് ആ നിമിഷങ്ങളിൽ, ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ ആ നിമിഷങ്ങളിൽ ഞാൻ കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു. തിരിച്ച് ഞാൻ സെമിനാരിയിലോട്ട് പോയി. സെമിനാരിയിൽ നമുക്ക് ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് സെമിനാരിയിൽ ചെന്നു. വീണ്ടും പഠനം തുടർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തുടരുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്കപ്പ് നടത്തണം. അങ്ങനെ ഒരിക്കലും സാധാരണ രീതിയിൽ തന്നെ ചെക്കപ്പിനായിട്ട് ബാംഗ്ലൂർ ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ തിരിച്ച് നാട്ടിൽ കോട്ടയത്ത് വന്ന് തിരിച്ച് പോകാനായിട്ടുള്ള ട്രെയിൻ ടിക്കറ്റും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ കോട്ടയത്ത് വന്ന് ചെസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുത്തു.
എക്സ്റേ എടുത്തിട്ട് തിരിച്ച് രാവിലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്കത്തെ ട്രെയിനിന് പോകാൻ വേണ്ടി ഞാനിങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഡോക്ടർ എൻ്റെ ചാച്ചനാണ് ഇതും റിസൾട്ട് മേടിക്കാനായിട്ട് ആശുപത്രിയിൽ ചെന്നത്. അപ്പോൾ ചാച്ചൻ ഉടനെ രാവിലെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ട്രെയിൻ കയറണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന്. ഉടനെ തന്നെ വീണ്ടും ചെന്ന് ഒരു CT സ്കാനും പെറ്റ് സ്കാനും ഒക്കെ എല്ലാം എടുത്തു. അപ്പോൾ ഉടനെ അവിടെ നിന്നാണ് ഡോക്ടർ പറയുന്നത് വീണ്ടും എനിക്ക് എൻ്റെ ലങ്സിന് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോ എന്ന്. ഉടനെ തന്നെ അധികം താമസിക്കാതെ തന്നെ എൻ്റെ ലെഫ്റ്റ് ലങ്സും ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു. തുടർന്ന് പ്രത്യേകിച്ച് കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുക്കാതെ തന്നെ ഞാൻ വീണ്ടും എൻ്റെ ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഞാൻ എൻ്റെ ഫിലോസഫി സെക്കൻഡ് ഇയർ തുടങ്ങി ബാക്കി പഠനം പൂർത്തിയാക്കി, ബാക്കി ഓരോ വർഷവും പൂർത്തിയാക്കി. അങ്ങനെ ഇതാണ് എൻ്റെ ഫിലോസഫി കാലഘട്ടത്തിൽ എന്നെ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള സഹനത്തിലൂടെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം എന്നെ കൂടുതൽ ആഴപ്പെടുത്തിയ ഒരു ജീവിത സംഭവമായിട്ട് നിലനിൽക്കുന്നത്. ഫാദർ ജെയിംസ് ജോസഫിന് 20ാമത്തെ വയസ്സിൽ ഇടത്തെ കാൽമുട്ടിനോടനുബന്ധിച്ച് ഒരു വേദന അനുഭവപ്പെടുകയുണ്ടായി. തുടർന്നുണ്ടായ പരിശോധനയിൽ അത് ഒരു അർബുദ രോഗബാധയെ തുടർന്ന് ഉണ്ടായതാണ് എന്ന് വ്യക്തമായി. ഓസ്റ്റിയോസാർക്കോമ എന്ന ഇനം അസ്ഥിയിൽ വരുന്നതായിട്ടുള്ള ഒരു ക്യാൻസറാണ് ഫാദർ ജെയിംസ് ജോസഫിന് ഉണ്ടായിരുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് 6 പ്രാവശ്യം കീമോതെറാപ്പി ചികിത്സ നൽകുകയുണ്ടായി. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ ആ കാല് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സ സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ മുട്ടിന് മുയൽ വെച്ച് കാൽ മുറിച്ച് കളയുകയാണ് ഉണ്ടായത്. അതേ തുടർന്ന് വീണ്ടും അദ്ദേഹത്തിന് 6 തവണ കൂടി വ്യത്യസ്തമായ മരുന്നുകൾ ഉപയോഗിച്ച് കീമോതെറാപ്പി ചികിത്സ നൽകുകയുണ്ടായി. ഏതാണ്ട് 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും പരിശോധനകൾ നടത്തിയപ്പോൾ ഒരു CT സ്കാനിൽ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഇടത്ത് ഭാഗത്ത് ഒരു തടിപ്പ് ഉള്ളതായിട്ട് കാണുകയുണ്ടായി. ഈ തടിപ്പ് വീണ്ടും ഒരു ശസ്ത്രക്രിയയിൽ കൂടി പരിപൂർണമായി നീക്കം ചെയ്യുവാൻ കഴിഞ്ഞു. സാധാരണയായി ഇങ്ങനെ വീണ്ടും അസുഖം വന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ ഓസ്റ്റിയോസാർക്കോമ പോലെ ഒരു അസുഖത്തിന് പലപ്പോഴും വ്യത്യസ്തമായ മരുന്നുകൾ ഉപയോഗിച്ച് വീണ്ടും കീമോതെറാപ്പി നൽകുകയാണ് പതിവ്. എന്നാൽ ഫാദർ ജെയിംസ് ജോസഫിന് അന്ന് നടത്തിയ എല്ലാ പരിശോധനകളിലും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഈ അസുഖത്തിൻ്റെ ഒരു അംശം പോലും കാണുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും മരുന്ന് ചികിത്സ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുക്കുകയുണ്ടായി. ഫിലോസഫി പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടത്. ഇത് വളരെ ഗൗരവമേറിയ അവസ്ഥയിൽ എത്തിയെന്ന് അറിഞ്ഞു. ഈ വിവരം അറിയിച്ച സമയത്തൊക്കെ ഞങ്ങൾ പ്രത്യേക മുഖത്തേക്ക് നോക്കിയിരുന്നു. എല്ലാം സമയത്തയോടെ സ്വീകരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞു. കാല് മുറിച്ച് കളയേണ്ടി വരുമെന്ന് അറിഞ്ഞപ്പോഴും മുറിച്ചതിന് ശേഷം ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തും എല്ലാം ദൈവ ആശ്രയബോധം പ്രത്യേകമായിട്ട് ജെയിംസിൽ കാണാനായിട്ട് കഴിഞ്ഞു. ഞാനാണ് ഏറിയ പങ്കും ആശുപത്രിയിൽ നിന്നിരുന്നത്. ഇതിനെല്ലാം കാരണമായിട്ട് കിടക്കുന്നത് MCB സഭയിലുള്ള അച്ഛന്മാരുടെ പ്രത്യേകമായ ദൈവാശ്രയബോധമാണ്. ഒരിക്കലും അവിടെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലച്ഛൻ വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ ഓർക്കുകയാണ്. സ്വർഗസ്വനായ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ രോഗത്തെ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പോൾ അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്നതായിട്ട് എല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റുന്ന വലിയ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ജെയിംസ് അച്ഛൻ്റെ സെമിനാരി കാലഘട്ടം കഴിഞ്ഞ് 1 വർഷ നൊവിഷ്യേറ്റ് കാലഘട്ടം അതിൻ്റെ അവസാനത്തിൽ വ്രതം ചെയ്ത് തത്വശാസ്ത്ര പഠനത്തിനായിട്ട് ബാംഗ്ലൂർ വരുന്നു. അവിടെ അവരുടെ ആധ്യാത്മിക പിതാവായിട്ട് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. വ്രതം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മനോഭാവം എന്തെന്ന് അതിൻ്റെ മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കുമായിരുന്നു. ജെയിംസും അത് സ്വീകരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് വ്രതത്തിന് ശേഷം നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം ഈശോയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ആ വലിയ സത്യം എല്ലാവരും ഗ്രഹിക്കുന്നു. ജെയിംസിൻ്റെ ജീവിതത്തിൽ അത് ഗ്രഹിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് തനിക്ക് ക്യാൻസറാണ് എന്ന് മനസ്സിലായ ആ കാലഘട്ടത്തിൽ
അതിനെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒന്നാണ്, ഈശോയ്ക്ക് എൻ്റെ ശരീരവും മനസ്സും സമർപ്പിച്ചതല്ലേ അച്ഛാ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴേ, ക്യാൻസറിനെക്കുറിച്ച് ഓർക്കുമ്പോഴേ പ്രയാസമില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് ഞാൻ അതിനെ കാണുകയായിരുന്നു. തനിക്ക് സ്വീകരിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് തുടർന്ന് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം ജെയിംസ് സ്വീകരിച്ച ആ മനോഭാവം ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗവാക്കായി തീരുന്നു. ഈശോയ്ക്കുണ്ടായ അതേ സഹനങ്ങൾ, വേദനകൾ സ്വീകരിക്കുന്നതിലുള്ള വലിയ സന്തോഷം ജെയിംസിന് സ്വീകരിക്കുവാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈശോ തൻ്റെ സഹനങ്ങളെ, മരണം അത് പാപപരിഹാരാർത്ഥമായിരുന്നു എന്നുള്ളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ജെയിംസ് അത് ജീവിതത്തിൽ സ്വീകരിക്കുകയും, വളരെ സന്തോഷമെന്ന് പറയുമ്പോൾ വെറുതെയല്ല, മുഖത്തത് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ സഹനങ്ങളെ ഏറ്റുവാങ്ങി തുടർന്ന് ജെയിംസ് സ്വീകരിച്ചു, ജീവിച്ചു എന്ന് പറയുവാനായിട്ട് സാധിക്കും. ബാംഗ്ലൂർ ജീവാലയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിയിൽ ജെയിംസ് തത്വശാസ്ത്രം പഠിക്കുമ്പോഴാണ് ക്യാൻസർ രോഗബാധിതനാകുന്നതും അതിൻ്റെ ഭാഗമായി ഒരു കാലും ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗവും മുറിച്ച് മാറ്റപ്പെടേണ്ടി വരുന്നതും. ഇതൊക്കെ ജെയിംസിൻ്റെ വൈദിക പരിശീലനത്തെയും ജെയിംസിനൊരു വൈദികനാകണമെന്ന ആഗ്രഹത്തെയും തടസ്സപ്പെടുത്തുന്നതായി അന്നത്തെ പ്രൊവിൻഷ്യൽ കൗൺസിലുള്ള അച്ഛന്മാർക്കും അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന എനിക്കും തോന്നിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജെയിംസ് ഒരു വൈദികനാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും തീരുമാനവും ദൈവിക പദ്ധതിയുടെ ഭാഗവുമായതുകൊണ്ടാണ്. അന്നത്തെ ഞങ്ങളുടെ തീരുമാനത്തെ അന്നത്തെ ജനറൽ അച്ഛനും ജനറൽ കൗൺസിലേഴ്സും അംഗീകരിക്കുകയും ചെയ്തു. ഒരു വൈദികനാകണമെന്ന് ജെയിംസിന് തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി തീക്ഷ്ണമായി ഒരുങ്ങിയിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ജെയിംസിൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ജെയിംസിനെ ഒരു വൈദികനായി കാണാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി വളരെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ എന്ന രോഗത്തെ ദൈവിക പദ്ധതി പ്രകാരം കാണുവാനും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് ചേർന്ന് സ്വീകരിക്കുവാനും തൻ്റെ തന്നെ പൗരോഹിത്യ സ്വീകരണത്തിനുള്ള ഒരുക്കമായി ഈ രോഗത്തെ വളരെ ഭാവാത്മകമായി സ്വാഗതം ചെയ്യാനും ജെയിംസിന് സാധിച്ചു. എൻ്റെ തിയോളജി കാലഘട്ടം താമരശ്ശേരിയിലുള്ള സനാതന മേജർ സെമിനാരിയിലായിരുന്നു. അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ദൈവശാസ്ത്രപരമായ വിഷയങ്ങളായിരുന്നു. ആ ഒരു കാലഘട്ടങ്ങളിലും എനിക്ക് എൻ്റെ ശാരീരികമായ രോഗത്തിൻ്റേതായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ എന്നെ അലട്ടിയിരുന്നു. അപ്പോഴും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആ ഒരു അവസ്ഥയിലും എന്നെ പഠിപ്പിച്ചിരുന്ന അവിടുത്തെ അച്ഛന്മാരും എൻ്റെ ബാച്ചുകാരും അതോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന മറ്റ് ബ്രദേഴ്സ് എല്ലാവരും എൻ്റെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓരോ വർഷങ്ങളിലുമുള്ള എൻ്റെ തുണി വരെ മലക്കി തന്നുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ചെമ്മാച്ചും വൈദിക വിദ്യാർത്ഥികളായിരുന്നു. ഇതോടെയെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അന്ധമായിട്ട് തമ്പുരാനിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ഓരോ കാൽവെപ്പുകൾ ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവിടെയെല്ലാം ദൈവം എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതായിട്ടാണ് എന്നെ ബോധ്യപ്പെട്ടത്. ആ ബോധ്യം എന്നെ കൂടുതലായിട്ട് ആഴപ്പെടുവാനായിട്ട് തിയോളജി കാലഘട്ടം എന്നെ ഒത്തിരി സഹായിച്ചു. ജെയിംസിൻ്റെ ബാച്ചുകാരനാണ് ഞാൻ. 12 വർഷക്കാലം ഒരുമിച്ച് പഠിച്ച് അച്ഛനായ വ്യക്തി. അപ്പോൾ അദ്ദേഹം കടന്നുപോയ രോഗാവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ സഹനവേളകളിലുമൊക്കെ അദ്ദേഹം സ്വീകരിച്ച ആ ശാന്ത മനോഭാവവും സ്നേഹവും, അല്ലെങ്കിൽ ആ സഹനത്തെ എങ്ങനെയാണ് സ്നേഹത്തോടുകൂടി സ്വീകരിക്കാൻ ശ്രമിച്ചതെന്നൊക്കെ നേരിട്ട് കാണാൻ സാധിച്ച വ്യക്തിയാണ് ഞാൻ. ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ചെറിയ രോഗങ്ങളൊക്കെ വരുമ്പോഴും എപ്രകാരമാണ് അതിനെയൊക്കെ സ്നേഹത്തോടും സഹനത്തോടെയൊക്കെ സ്വീകരിക്കേണ്ടതെന്ന് ജെയിംസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചു. അത് വളരെ അഭിമാനമാണ് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നതും, അല്ലെങ്കിൽ അദ്ദേഹം ഈ പൗരോഹിത്യത്തിൽ ജീവിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നത് തന്നെ വലിയ അഭിമാനമാണ്. ഞങ്ങൾക്കും അത് ഊർജ്ജം തരികയാണ്, എങ്ങനെ ഇതൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും അതൊക്കെ അതിലുറച്ച് അതൊക്കെ ഒരു ദാനമായി ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ഉത്തമ ശിഷ്യനായി ശുശ്രൂഷ പൗരോഹിത്യത്തിൽ മുന്നേറാൻ എങ്ങനെ സാധിക്കുമെന്നൊക്കെ അദ്ദേഹം ജീവിതത്തിലൂടെ ഞങ്ങൾക്കൊരു അടയാളമായി കാണിച്ചു തരികയാണ്.
സഹനത്തെ അതിജീവിക്കുകയല്ല, സഹനത്തിൽ ജീവിക്കുകയാണ് ക്രിസ്തീയ വിശ്വാസിയുടെ യഥാർത്ഥ സാക്ഷ്യം. തൻ്റെ രോഗത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ടായിരുന്നിട്ട് കൂടിയും പഠനകാലത്ത് എല്ലാവരോടും ചേർന്ന് ഇടപെടുവാനും പഠിക്കുവാനും ഒരു വിഷയത്തിലും മാർക്കിൻ്റെ കാര്യത്തിൽ കുറവ് പോലും വരുത്താതെ മറ്റുള്ളവരോടൊപ്പം മുന്നോട്ടുള്ള യാത്രയിൽ സഹകരിക്കുവാനായിട്ടും ജെയിംസ് അച്ഛന് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സഫറിങ് ഈസ് നോട്ട് ഫോർ എക്സ്പ്ലനേഷൻ, സഫറിങ് ഈസ് ഫോർ എൻലൈറ്റൻമെൻറ്റ്. ജീവിതം കൊണ്ട് ജെയിംസ് അച്ഛൻ നമുക്ക് നൽകുന്ന വലിയ ഒരു സാക്ഷ്യമാണിത്. കുരിശുകൾ തന്നാണ് ഈശോ സ്നേഹിക്കുന്നത്. കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുന്നു. അൽഫോൻസാമ്മയുടെ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വാക്യമാണിത്. എൻ്റെ വൈദിക പരിശീലനത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഡീക്കൺ മിനിസ്ട്രിക്കായിട്ട് എനിക്ക് ലഭിച്ച സ്ഥലം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രമായ ഭരണങ്ങാനത്തുള്ള അൽഫോൻസാമ്മയുടെ ഷൈനിലാണ്. അവിടേക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ഭരണങ്ങാനത്തുള്ള അൽഫോൻസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രം. അവിടേക്ക് കടന്നു ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് ആകുലതകളും ഉത്കണ്ഠകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് തിരക്കുകളുള്ള ഒരു സ്ഥലമാണ്. കൂടുതൽ സമയം അൽഫോൻസാമ്മയുടെ ഷൈനിൻ്റെ ഓഫീസിൽ ഒരുപാട് സമയം നിൽക്കേണ്ടതായിട്ടൊക്കെ വരുന്ന തിരക്കുകളുള്ള ഒരു ജോലിയായിരുന്നു അത്. ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ പൂർത്തിയാക്കുമോ എന്ന് പോലും ഉള്ളിലൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാം വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു 3 മാസക്കാലം എനിക്ക് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതെല്ലാം വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പ്രതികൂലങ്ങളായ ഏറെ സാഹചര്യങ്ങളുണ്ടായിരുന്നിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവയൊക്കെ അതിജീവിക്കാനുള്ള ജെയിംസ് കാണിച്ച അസാധാരണമായിട്ടുള്ള ആ മികവ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പൗരോഹിത്യത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾക്ക് പ്രേരകമായിട്ടുണ്ട്. MCVSൻ്റെ ചൈതന്യത്തോടും സിദ്ധിയോടും ചേർന്ന് പോകുന്ന ശുശ്രൂഷ മേഖലകൾ വേദനിക്കുന്നവരോടും ആരോരുമില്ലാത്തവർക്കുമായിട്ടുള്ള ശുശ്രൂഷകളിൽ ഏർപ്പെടാനായിട്ട് തീർച്ചയായിട്ടും ജെയിംസ് അച്ഛന് കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. മർക്കോസ് 3:13 അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു, അവർ അവൻ്റെ സമീപത്തേക്ക് വന്നു. ദൈവം എൻ്റേതായ അയോഗ്യതകൾ മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ താൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം എന്നെ വിളിച്ചു പൗരോഹിത്യം എന്ന മഹനീയ ദാനം നൽകി. 2016 ഡിസംബർ 26 പാലാരൂപതയുടെ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കും പിതാവിൻ്റെ കൈവപ്പ് വഴി പൗരോഹിത്യം എന്ന ദാനം നൽകി അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചു. ദൈവം എന്നെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയ ഒരു തെളിവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രകടനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒന്നല്ലെങ്കിലും മറ്റൊരു വിധത്തിലുള്ള വേദനകൾ, സഹനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അവിടെയൊക്കെ തളരാതെ നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇവയൊക്കെ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സഹനങ്ങളുടെ ഉള്ളിലുള്ള രക്ഷാകര മൂല്യങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടി വിശ്വാസത്തോടുകൂടി മുന്നേറാം. ജെയിംസ് അച്ഛൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ ഈ ഭവനത്തിൽ ചെലവഴിക്കുമ്പോൾ രോഗം നൽകിയ ശാരീരിക ന്യൂനതകളെ തെല്ലും നിരാശയിൽ കാണാതെ ക്രിസ്തു ശിഷ്യൻ്റെ മനോഭാവത്തോടെ പ്രത്യാശയിലും വിശ്വാസത്തിലും അതിനെ കാണുന്നു എന്ന് പറയുവാൻ സാധിക്കും. മത്തായി സുവിശേഷം 16:24 വചനം പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ക്രിസ്തു ശിഷ്യൻ്റെ അടിസ്ഥാനപരമായ അടയാളമാണ് സഹനം അഥവാ കുരിശ്. സഹനത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ജെയിംസ് അച്ഛനെയാണ് ഇവിടെ ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടുക.